الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار. ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന പെരുമ്പാവൂർ മണ്ഡലം KNMന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ജലാൽ സാഹിബ് അടക്കമുള്ള, സലീം ഫാറൂഖി അടക്കമുള്ള നേതാക്കന്മാരെ, എൻ്റെ ശബ്ദം അടുത്തു നിന്നും ദൂരെ നിന്നും കേൾക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തദ്കിറ എന്ന പേരിൽ പെരുമ്പാവൂർ മണ്ഡലം KNM കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു ഉദ്ബോധന ക്ലാസ്സിലാണ്, ഒരു ഉദ്ബോധന സംഗമത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഏറെ സന്തോഷവും അഭിമാനവും തോന്നുന്നത് ഇങ്ങനെ ഒരു ഒഴിവു ദിവസം മറ്റു പലതിനും മാറ്റിവെക്കാവുന്ന ഒരു സമയത്തെ ഏറ്റവും നല്ല ഒരു പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ച കുടുംബങ്ങളാണ് നമ്മളെല്ലാവരും. മറ്റു പല കുടുംബങ്ങളും ഈ സമയത്ത് നമ്മൾ ആലോചിച്ചു നോക്കിയാൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹു ഏറെ വെറുക്കുന്ന പല പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട്
അള്ളാഹുവിൻ്റെ കോപം വാങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. കുടുംബസമേതം അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ സംഗതികളെ ഒന്നുകൂടി ഉണർത്താനും വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. ഈ സന്ദർഭത്തിൽ ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ ദുഃഖത്തിന് കാരണവുമായി തീരാറുള്ളത് നമ്മുടെ കുടുംബങ്ങളാണ്. കുടുംബത്തിന് എന്തെങ്കിലും സന്തോഷമുണ്ടാകുമ്പോൾ നമുക്കറിയാം, നമ്മൾ പെട്ടെന്ന് തന്നെ അത് മറ്റുള്ള ആളുകളെ അറിയിക്കാൻ വേണ്ടി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപഹാരം, ഒരു അവാർഡ്, ഒരു വിജയം കിട്ടിക്കഴിഞ്ഞാൽ അത് ആദ്യം നമ്മൾ പോസ്റ്റ് ചെയ്യുക നമ്മുടെ കുടുംബ ഗ്രൂപ്പിലാണ്. നമ്മൾ ഏതൊരു സന്തോഷവും നമ്മൾ ആദ്യം പ്രകടിപ്പിക്കുന്നതും അവിടെയാണ്. കാരണം നമ്മുടെ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് സഹോദരങ്ങളെ, സഹോദരിമാരെ, കുടുംബമാണ്. എന്നാൽ ഒരാളുടെ ദുഃഖത്തിന്റെ ഏറ്റവും വലിയ ഘടകവും എന്ന് പറയുന്നത് ഏതാണ്? അതും കുടുംബങ്ങളാണ്. അതുകൊണ്ടാണ് കുടുംബത്തിലെ നമ്മുടെ വീട്ടിലെ അംഗത്തിന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ അത് നമ്മളൊന്നും ഒരിക്കലും കേൾക്കരുത് എന്ന് വിചാരിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ സംഗമിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും അധികം ദുഃഖിക്കുന്നതും ആ വിഷയത്തിലാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അയൽപക്കത്തുള്ള ഒരു വീട്ടില് അവിടെയുള്ള മകൾ മറ്റൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയപ്പോ അവർക്ക് വന്ന് ഒരുമിച്ച് പോകാൻ നിയമപരമായ സാധുതയ്ക്ക് വേണ്ടി കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാൻ നിയമപാലകർ ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ ആ കോടതിയുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള ഉപ്പയും ഉമ്മയുടെയും രംഗം എൻ്റെ സുഹൃത്ത് പറയണ്ടായി. എൻ്റെ സ്കൂളിനടുത്താണ്. അവിടെയുള്ള നിയമപാലകരും അവിടെയുള്ള കോടതിയിലുള്ള ആളുകൾ വരെ പറഞ്ഞു, മോളെ, ആ കരയുന്നത്, ആ നിലവിളിക്കുന്നത് നിന്റെ മാതാപിതാക്കളാണ്. നിങ്ങൾ നീ അവരുടെ കൂടെ പോകുന്നതാണ് നിനക്ക് നല്ലത് എന്ന് അത്രമാത്രം കൗൺസിൽ വരെ ചെയ്തു ആ നിയമപാലകര് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ആ സന്ദർഭത്തിൽ അവിടെയുള്ള മാതാപിതാക്കളുടെ കരച്ചിൽ കണ്ടിട്ട് ഈ സുഹൃത്ത് പറയാണ്, എൻ്റെ ചങ്ക് ഇടറിപ്പോയി എന്ന്. അങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കേൾക്കരുത് എന്ന് വിചാരിക്കുന്നത് കേട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് ഏറ്റവും അധികം ദുഃഖമുണ്ടാകുക ആ വിഷയത്തിലാണ്. ഗൾഫുകാരന്റെ ഭാര്യ, ആ ഭാര്യക്ക് മറ്റു പലതും ഉണ്ട് എന്ന് കേൾക്കുമ്പോ ആ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് വിയർപ്പ് നീരാക്കി പണിയെടുക്കുന്ന ആ ഗൾഫുകാരന്റെ വേദനയും ഞാൻ വിദേശത്തായ സന്ദർഭത്തിൽ അറിയുകയുണ്ടായി. ഒരു സുഹൃത്ത് വല്ലാതെ വിഷമത്തോടു കൂടി തന്റെ റൂമിലിരുന്നു കൊണ്ട് നമസ്കാരത്തിന് വരെ വരാൻ പറ്റാത്ത അവസ്ഥയിൽ പ്രയാസപ്പെട്ടിരിക്കുന്ന ആ സുഹൃത്തിനോട് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് ശബ്ദം പോലുമില്ല. കാരണം എന്താ? അദ്ദേഹം കേൾക്കുന്ന വാർത്ത അത്രമാത്രം വേദനയുണ്ടാക്കുന്ന വാർത്തയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കുടുംബങ്ങളാണ് നമ്മുടെ സന്തോഷത്തിന്റെയും നമ്മുടെ ദുഃഖത്തിന്റെയും ഒക്കെ അടിസ്ഥാനപരമായ ഘടകം എന്ന് പറയുന്നത്. ആ കുടുംബങ്ങൾക്ക്, നമ്മുടെ കുടുംബങ്ങളിൽ അത്തരം വേദനാജനകമായ വാർത്തകൾ ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇത്തരം തദ്കിറ ക്ലാസ്സുകളിലും ഇത്തരം ദീനീ കാര്യങ്ങളിലുമൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടുന്നതും നമ്മൾ ചർച്ച ചെയ്യുന്നതും. എന്തിനു വേണ്ടിയാ? നാളെ പടച്ച തമ്പുരാന്റെ അടുക്കൽ സന്തോഷത്തോടു കൂടി നമുക്ക് കഴിയണം. അതിലേറെ അപ്പുറത്ത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്
ഈ ദുനിയാവിൽ ഒരു സമാധാനവും സ്വസ്ഥതയും നമുക്ക് ലഭിക്കണം. അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ ഇത്തരം സംഗമങ്ങളിൽ നമ്മൾ വരുന്നതും കേൾക്കുന്നതും നമ്മൾ പരസ്പരം ചർച്ച ചെയ്യുന്നതുമൊക്കെ അതിനു വേണ്ടിയാണ്. എന്താ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഒരു സ്വസ്ഥതയാണ്. നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ ഭർത്താവും ഒക്കെ ഇരുന്ന് ആ കുടുംബത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ കുടുംബത്തിലുണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു സമാധാനം, ഭക്ഷണം കഴിച്ച് രാത്രി ഉറങ്ങുന്നത്, നല്ല ഉറക്കം കിട്ടി സമാധാനത്തോടുകൂടി ഉറങ്ങുന്ന ഒരു കുടുംബത്തെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ ഒരു സന്തോഷകരമായ മക്കളിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, അയൽപക്കങ്ങളിൽ നിന്ന് നമ്മൾക്ക് കേൾക്കുന്ന വാർത്തകൾ സമാധാനത്തിന്റെ, സ്വസ്ഥതയുടെ ആ വാർത്തകൾ കേട്ടുകൊണ്ട് ഭൂമിയിലൂടെ ജീവിച്ചു പോകണം. അത് കഴിഞ്ഞ് നാളെ പടച്ച തമ്പുരാന്റെ അടുക്കൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം, താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകുന്ന ആ സ്വർഗത്തോപ്പിൽ യദ്ഖുലൂനഹാ, അതിൽ അവർ പ്രവേശിക്കുന്നു. ആരും വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, ജീവിതത്തിൽ ഇങ്ങനെ നല്ല രൂപത്തിൽ ജീവിച്ച ആളുകൾ, അവരും അവരുടെ വാപ്പമാർ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ മക്കൾ, അവരുടെ ഭാര്യമാർ, അവരുടെ ഭർത്താക്കന്മാർ, അവരെല്ലാവരും കൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നിട്ടോ വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, മലക്കുകൾ അവർ പ്രവേശിക്കുന്ന ആ സ്വർഗത്തിലേക്ക്, സ്വർഗത്തിന്റെ കവാടത്തിൽ നിന്നുകൊണ്ട് മലക്കുകൾ അവരോട് പറയുകയാണ്, സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. ഫനിഅമ ഉഖ്ബദ്ദാർ, ഏറ്റവും നല്ല പര്യവസാനത്തോടു കൂടിയുള്ള ഒരു ദാറാണ്, ഒരു സമാധാനത്തിന്റെ ഗേഹമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന ആ വാർത്ത കേൾക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ദുനിയാവിലും സമാധാനം കിട്ടണം, ആഖിറത്തിലും സമാധാനം കിട്ടണം. അതാ നമ്മൾ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഇങ്ങനെ കുടുംബമായി ജീവിക്കുന്നത് തന്നെ എന്തിനാ? ഓക്കെ, നമ്മൾ ആലോചിക്കും, നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കും, നമ്മളിങ്ങനെ കുടുംബമായി, മക്കളായി, ഭാര്യയും ഭർത്താവും കൂട്ടുകുടുംബാംഗങ്ങളായി നമ്മൾ ജീവിക്കുന്നത് എന്തിനാ? വെറുതെ ഒരു ഏർപ്പാടിനാണോ? വെറുതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇങ്ങനെ സൃഷ്ടിച്ചു വിട്ടതാണോ? അല്ലല്ലോ. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചു എന്നത്. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്നതിന് തെളിവാണത്രേ നമ്മൾ കുടുംബമായി ജീവിക്കുന്നത് എന്നത്. എന്നിട്ട് എന്തിനാ? അല്ലാഹു തന്നെ പറയാണ്, ലിതസ്കുനൂ ഇലൈഹാ, അവന് അവളിലും അവൾക്ക് അവനിലുമൊക്കെ സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് എന്ന്. അപ്പൊ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നത് സമാധാനം കണ്ടെത്താൻ വേണ്ടിയാണ്. ഇങ്ങനെ കുടുംബമായി ജീവിക്കുന്നത്, ആ കുടുംബങ്ങൾ സംഗമിക്കുന്ന വീടുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാചകം എന്താ? പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നോക്കൂ, വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഇണകളായി ജീവിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, അള്ളാഹുവിന്റെ നിയമങ്ങളെ ജീവിതത്തിന്റെ ഓരോ രഹസ്യ പരസ്യ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കുന്ന ആ ആളുകൾ ജീവിക്കുന്ന വീടിനെ പറ്റി പറഞ്ഞത്, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ, നിങ്ങളുടെ വീടുകളെ അള്ളാഹു മാറ്റിയിരിക്കുന്നു, സമാധാനത്തിന്റെ ഗേഹങ്ങളാക്കിയിരിക്കുന്നു. അപ്പൊ സമാധാനത്തിന്റെ ഒരു ഇടമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീടുകളെ ഒക്കെ ആക്കിയിരിക്കുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വീടുകൾ അങ്ങനെ സമാധാനത്തിന്റെ ഗേഹങ്ങളായി തീരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താ നമുക്ക് ഉണ്ടാവേണ്ടത്? സമാധാനത്തിന്റെ വീടകങ്ങളായി തീരണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ വീട്ടിൽ സമാധാനം കൊണ്ടുവരാൻ ആദ്യമായി നമുക്ക് വേണ്ടത്
നമ്മുടെ വിശ്വാസത്തെ ശരിയാക്കുക എന്നതാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം, പടച്ച തമ്പുരാനിൽ അടിയുറച്ച് വിശ്വസിച്ച് ആ റബ്ബിന്റെ വിധികളെ തൃപ്തിയോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ നമുക്ക് കഴിയണം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞത്, ആ ഒരു ഇഷ്ടപ്പെടുമ്പോ ആ മുഅ്മിനിന്റെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുക്കുന്നത് സമാധാനമാണ്. വിശുദ്ധ ഖുർആൻ പറയാണ്, ഹുവല്ലദീ അൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. വിശ്വാസികളായ ആളുകളുടെ ഹൃദയത്തിൽ അല്ലാഹു ഇറക്കുന്നത് എന്താ? ഹുവല്ലദീ, അവനാണ്, അൻസല സകീനത, സമാധാനത്തെ ഇറക്കുന്നു. എവിടെ? ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഹൃദയത്തിൽ. അപ്പൊ വിശ്വാസം ശരിയാക്കിയാൽ മാത്രമേ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സമാധാനം നമുക്ക് കണ്ടെത്താൻ കഴിയും. ആ സമാധാനം കണ്ടെത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആദ്യം ഉണർത്തുന്നത് നമ്മുടെ ഈ വിശ്വാസം ശരിയാകണം എന്നാണ്. എന്താണ് വിശ്വാസം? ഒരു പ്രതിസന്ധിയുടെയും സന്തോഷത്തിന്റെയും ഏതേത് സന്ദർഭങ്ങളിലും നമ്മുടെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നമ്മൾ കൈയൊഴിയാതെ ആ റബ്ബിലേക്ക് മടങ്ങുക എന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും സന്തോഷങ്ങളും ഉണ്ടാകും. അങ്ങനെയാണല്ലോ ജീവിതം. അത് കുറെ കയറ്റവും ഇറക്കവുമുള്ള ഒരു ജീവിതമാണ് മനുഷ്യർക്കൊക്കെ ഉള്ളത്. കാരണം എന്താ? ഇത് ദുനിയാവാണ്, പരീക്ഷണാലയമാണ്, പരീക്ഷിക്കപ്പെടുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് അത്തരം പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങളിൽ അല്ലാഹുവല്ലാത്ത ഒരുവനിലേക്ക്, അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും ശക്തിയിലേക്ക്, ഏതെങ്കിലും വ്യക്തിയിലേക്ക്, ഏതെങ്കിലും മക്ബറകളിലേക്കോ ഏതെങ്കിലും പുണ്യസ്ഥലങ്ങളിലേക്കോ പോയിക്കൊണ്ട് നമ്മുടെ ആവലാദികൾ, നമ്മുടെ വേവലാദികൾ നമ്മൾ അവർക്ക് വേണ്ടി സമർപ്പിക്കുക. ആ സമർപ്പിക്കുക വഴി അള്ളാഹുവിലേക്ക് അതുവഴി പോകുക, അത് വിശ്വാസരംഗത്ത് സ്വീകരിക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത് നിങ്ങൾ നേർക്ക് നേരെ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കും, എന്നോട് സങ്കടങ്ങൾ പറയും. അതിനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. ഫഇന്നീ ഖരീബ് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നീ ഖരീബ്. നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയാണ് നിങ്ങളുടെ റബ്ബ്? പലപ്പോഴും ആളുകൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാറുണ്ട്. പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ വരുമ്പോ അന്താളിച്ച് നിൽക്കുന്ന മനുഷ്യരോട് പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞു കൊടുക്കണം, റബ്ബിന്റെ പരീക്ഷണമാണ്. എന്തു ചെയ്യേ? ആ തന്ന റബ്ബിനോട് തന്നെ ആ കാര്യങ്ങൾ ചോദിക്കും. അതല്ലാതെ റബ്ബിന്റെ സൃഷ്ടികളായ ഏതെങ്കിലും ഔലിയാക്കളുടെ, തങ്ങളുടെ, ബീവിയുടെ, മക്ബറയുടെ അടുത്തേക്കല്ല നീ പോകേണ്ടത്. അതിനേക്കാൾ അടുത്ത് നിൽക്കുന്നത് ആരാണ്? അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ നമ്മളെ ഉണർത്തി, ഫഇന്നീ ഖരീബ്, ഞാൻ അവന്റെ സമീപസ്ഥനാണ്. പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവന് ഉത്തരം നൽകാം. നോക്കി, ഇത്ര സുന്ദരമായ ഒരു വാചകം പറഞ്ഞിട്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, അവിടെ നിന്ന് നമ്മൾ എന്തിനാണ് നമ്മൾ വിളിച്ചാൽ കേൾക്കാത്ത, നമ്മുടെ ഭാഷ അറിയാത്ത എത്രയോ വിദൂരത്തുള്ള ആളെ നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാ? എന്തിന്റെ അടിസ്ഥാനത്തിലാ? അവൾ കേട്ടേക്കാം. ചോദിച്ചാൽ അത്തരം ആളുകളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങള് ആ വിളിച്ച പ്രാർത്ഥന അവർ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആ സഹായാർത്ഥന അവർ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പോലും ഉത്തരം പറയുക എങ്ങനെയാ? ചിലപ്പം കേട്ടേക്കാം. ഊഹമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഊഹങ്ങളുടെ പിൻബലമില്ലാതെ ഉറച്ച ശബ്ദത്തിൽ നമുക്ക് പറയാം, നമ്മുടെ സൃഷ്ടിച്ച സൃഷ്ടാവ് നിങ്ങളുടെ ഏതേത് പ്രശ്നങ്ങൾ എങ്ങനെ നിങ്ങൾ അവതരിപ്പിച്ചാലും, ഏത് ഭാഷയിൽ പറഞ്ഞാലും, എങ്ങനെ സ്വകാര്യമായി പറഞ്ഞാലും അത് കേൾക്കാൻ കഴിവുള്ള ഒരു നാഥനുണ്ട് നമുക്ക്. ആ നാഥനിലേക്ക് നിങ്ങൾ അടുക്കുക, ആ നാഥനോട് നിങ്ങൾ ചോദിക്കുക, അവനിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുക, അവനിൽ നിങ്ങൾ തവക്കുൽ ചെയ്യുക. അങ്ങനെ വിശ്വാസരംഗത്ത് ഒരു ദൃഢതയുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ വീട്ടിൽ വലിയ വലിയ ടെൻഷനുകൾ ഉണ്ടാവില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാകുമ്പോൾ
അത് ബേജാറാവണ്ടല്ല. ഇന്നാൽ ഇന്ന കാരണം കൊണ്ടാണോ, ഇന്നാൽ ഇന്ന ആളുടെ കുരുത്തക്കേട് കൊണ്ടാണോ, ഇങ്ങനെ തുടങ്ങി ബേജാറുകൾ ഉണ്ടാകുന്ന ആളുകൾ എത്രയെത്ര സ്ത്രീകളാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ അപ്പവാണിഭ നേർത്ത് നടക്കുകയാണ്. അവിടെ കാണുന്നത് ഒരുപാട് സ്ത്രീകളെയാണ്. എന്തിനാ നിങ്ങൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ, മാനസികമായ പിരിമുറുക്കത്തിന്റെ പേരിൽ വിവിധങ്ങളായ അപ്പങ്ങൾ ഉണ്ടാക്കി നേർച്ച നേരുകയാണ്, അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ്, അവിടെ തവക്കുൽ ചെയ്യുകയാണ്, അവരെ അവലംബിക്കുകയാണ്. അള്ളാഹുവിനെ വിട്ട് ഇത്തരം ശക്തികളിൽ അഭയം പ്രാപിക്കുന്ന ആളുകൾ വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന പ്രകാരം ആകാശത്ത് നിന്ന് വീണവരെ പോലെയാണെന്ന ഒരു സമാധാനവും അവർക്ക് കിട്ടൂല. ഇന്ന് ഇവിടെ അപ്പവാണിഭ നേർച്ചയിൽ അപ്പം കൊടുത്തു, മറ്റന്നാൾ മറ്റൊരു സ്ഥലത്തെ മുനമ്പത്ത് ബീവിയെ കണ്ടു, മമ്പുറം കണ്ടു, അങ്ങനെ കണ്ട് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പോയാലും അവരുടെ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല. അവരുടെ മാനസികമായ പ്രയാസങ്ങൾ അവർക്ക് ഒരിക്കലും ഇറക്കി വെക്കാൻ സാധിക്കുകയില്ല. മറിച്ച് പ്രിയപ്പെട്ടവരെ, അവരെങ്ങാനും തിരിഞ്ഞ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനോട് ചോദിച്ചിരുന്നുവെങ്കിൽ ആ റബ്ബ് അവരുടെ ആ പരീക്ഷണം ഇപ്പം മാറ്റണം എന്ന് വിചാരിച്ചാൽ മാറ്റിക്കൊടുക്കാൻ കഴിവുള്ള ഒരു നാഥൻ. ആ റബ്ബിനെ കുറിച്ച് പറഞ്ഞെന്താ? ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ. അവനെല്ലാത്തിനും കഴിവുള്ളവനാ, എല്ലാത്തിനും കഴിവുള്ള ഒരു നാഥനുണ്ട്. ആ നാഥനിലേക്ക് മടങ്ങുക എന്നതാണ് അടിസ്ഥാനപരമായി നമ്മുടെ കുടുംബത്തിന് സമാധാനം കിട്ടാനുള്ള മാർഗം. നമ്മൾ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളാ. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, വീട്ടിൽ നിന്ന് നമ്മുടെ ഭർത്താവ് രാവിലെ ഇറങ്ങിപ്പോകുന്നത് എങ്ങനെയാ? എത്ര സന്തോഷത്തോടു കൂടിയാ ഭാര്യ ഭർത്താവിനെ പറഞ്ഞയക്കുമ്പോ ആ ഭർത്താവ് വീട്ടിൽ നിന്നിറങ്ങുമ്പോ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒക്കെ എല്ലാം പടച്ച തമ്പുരാനിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഇറങ്ങുന്ന ആ ഭർത്താവിന് ഒരു പേടിയില്ല, ബേജാറില്ല. ആ കുടുംബങ്ങളെ, അപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയേറെ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ ഈ വിശ്വാസത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ അയൽപക്കത്തുള്ള ആൾക്കും പറഞ്ഞു കൊടുക്കണം. നമ്മുടെ അയൽപക്കങ്ങളിലും ഈ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് സമാധാനത്തിന്റെ വഴി കിട്ടണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വിശുദ്ധ ഖുർആനിലേക്കും പ്രവാചകന്റെ ചര്യയിലേക്കും അനുസരിച്ചാക്കണമെന്ന ആ ഒരു സന്ദേശം നമ്മുടെ അയൽപക്കത്ത് ബേജാറാകുന്ന, കുടുംബങ്ങളിൽ സംഘർഷം അനുഭവിക്കുന്ന അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും പോയി ആ കുടുംബത്തിന്റെ എല്ലാ അഭിമാനവും ക്ഷതപ്പെട്ടു നിൽക്കുന്ന കുടുംബങ്ങൾ എത്രയോ നമ്മുടെ ചുറ്റുവട്ടത്തിലുമുണ്ട്. അവർക്ക് ഈ സന്ദേശം എത്തിക്കണം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് സമാധാനം വരും എന്നർത്ഥം. എന്നാലും നമ്മുടെ സമാധാനത്തിന് ചില തകരാറുകളുണ്ട്. എന്തുകൊണ്ടാ നമ്മൾ ഈ മനസ്സിലാക്കിയ ഈ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും ആ റബ്ബിനെ മറന്നു പോകുന്ന അവസ്ഥകൾ പലപ്പോഴും നമുക്ക് വരാറുണ്ട്. നമുക്ക് എത്രയെത്ര അനുഗ്രഹങ്ങളാ പടച്ചതമ്പുരാൻ നമുക്ക് നൽകിയത്. നമ്മളിവിടെ വന്നിരിക്കുന്നു, നമ്മൾക്ക് വീടുകളുണ്ട്, മക്കളുണ്ട്, വാഹനമുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾക്ക് കാണാൻ നമ്മുടെ വീടുകളിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് ആസ്വദിക്കുന്ന നമ്മുടെ മക്കളുണ്ട്. അവരുടെ കളികൾ കാണുമ്പോൾ എത്ര വലിയ സമാധാനമാണ്. അതുപോലെ നമ്മുടെ ഭർത്താവ് രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഒരു ജോലി അയാൾക്കുണ്ട്, കച്ചവടമുണ്ട്, ബിസിനസ് ഉണ്ട്. എല്ലാം തന്നത് ആരാണ് പ്രിയപ്പെട്ടവരെ? അള്ളാഹുവാണ്. നമ്മൾ ചോദിച്ചത് മുഴുവനും ആ റബ്ബ് തന്നിട്ടില്ലേ? അല്ലേ? നോക്കൂ, നമ്മൾ നമസ്കാരം കഴിഞ്ഞ്, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ചോദിച്ചത്, നിങ്ങൾ ദുനിയാവില് ഒരുപാട് ആവശ്യങ്ങൾ ചോദിച്ചിട്ടില്ലേ? ആ ചോദിച്ച ആവശ്യങ്ങളിൽ ഏതേത് ആവശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു തരാത്തത്? മക്കളെ തന്നു, വീട് തന്നു, ജോലി തന്നു, ആരോഗ്യം തന്നു, എല്ലാം പടച്ച തമ്പുരാൻ നമുക്ക് നൽകി. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു. അവർ അവനോട് ചോദിച്ചത് മുഴുവനും നാം അവർക്ക് നൽകി. എന്നിട്ട് വഇൻ തഉദ്ദൂ നിഅമതല്ലാഹ് ലാ തുഹ്സൂഹാ. ആ ആയത്ത് തുടങ്ങുന്നത് അങ്ങനെയാണ്, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു.
അവർ ചോദിച്ചത് മുഴുവനും നാം അവർക്ക് നൽകുകയുണ്ടായി. എന്നാലോ വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ, അവർ ആ ചോദിച്ച സമയത്ത് അവർക്ക് കൊടുത്തിട്ടുള്ള നിഅമത്തുകള്, ആ നിഅമത്തുകളെങ്ങാനും അവരൊന്ന് എണ്ണിത്തിട്ടപ്പെടുത്തിയാൽ അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും നിഅമത്തുകൾ അവർക്ക് നാം നൽകി. എന്നാൽ മനുഷ്യൻ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, എന്നാൽ മനുഷ്യൻ അവന്റെ റബ്ബിനോട് അങ്ങേയറ്റത്തെ നിഷേധിയായി അക്രമിയായി തീർന്നു. ഞാൻ ഇതാ പറഞ്ഞത്, നമ്മുടെ വീട്ടിലും സമാധാനം നഷ്ടപ്പെടാനുള്ള ഒരു കാരണം നമ്മൾ ചോദിച്ചതൊക്കെ തന്ന ആ റബ്ബിന്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മളും മറന്നു പോകാറുണ്ട്. ആ നിഅമത്തുകൾക്ക് നന്ദി പറയുന്നതിന് പകരം ആ നിഅമത്തുകളെ ഓർക്കാതെ നന്ദികേട് കാണിക്കുന്ന ഒരുപാട് അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു ഭർത്താവ് ഇറങ്ങിപ്പോകുമ്പോ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ നിഅമത്തുകളെ ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യരെ നാം ഇന്ന് എഴുന്നേൽക്കുമ്പോ പ്രാർത്ഥിച്ചാണോ എഴുന്നേറ്റത്? ഒരു നന്ദിയാണല്ലോ, രാവിലത്തെ ഒരു നന്ദി പ്രകടനം പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഓർത്തു നോക്കേണ്ടതാണ്. നമ്മൾ വസ്ത്രം ധരിക്കുമ്പോ, രാവിലെ നമ്മൾ വസ്ത്രം ധരിച്ചു, അള്ളാന്റെ റസൂല് എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്. എന്തുകൊണ്ടാ? ആ വസ്ത്രം കിട്ടാത്ത ഒരുപാട് ആളുകൾ ഭൂമുഖത്തുള്ളപ്പോഴാണ് ഏറ്റവും നല്ല ബ്രാൻഡഡ് വസ്ത്രം നമ്മുടെ വീട്ടിലുള്ളത്. എത്രയോ ആളുകൾ പട്ടിണി കിടക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, കുട്ടികളെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. ആ ഭക്ഷണം കഴിക്കുമ്പോ റബ്ബിനെ ഓർത്തുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ പലപ്പോഴും അള്ളാഹുവിനെ ഓർക്കാൻ പോലും നമ്മൾ ആ സമയം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ബിസ്മില്ല ചൊല്ലിയാ മതി, ബിസ്മില്ല, അത്രേ ഉള്ളൂ. അതുപോലും ചെല്ലാൻ കഴിയാതെ പോകുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് എങ്ങനെയാ സമാധാനം കിട്ടുക? അല്ലേ? ആ വസ്ത്രം ധരിക്കുമ്പോ അൽഹംദുലില്ലാഹില്ലദി, അല്ലാഹുവേ, ഈ ധരിപ്പിച്ച ഈ വസ്ത്രം എന്റെ ശരീരത്തിൽ എത്തിച്ചു, അതിടാൻ ആവശ്യമായി എന്റെ കൈ ഉയർത്താനുള്ള തൗഫീഖ് ഉണ്ടായി, അങ്ങനെ നിൽക്കാനുള്ള ഒരു അവസ്ഥയുണ്ടായി. റബ്ബേ എന്ന് അല്ലാഹുവിനെ ഓർത്ത് അൽഹംദുലില്ലാ എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിഞ്ഞോ? അങ്ങനെ ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്കി, നമ്മൾ പറ്റേ അള്ളാഹുവിനെ ഓർക്കുന്ന രംഗത്ത് നമ്മളൊക്കെ അല്പം പിറകോട്ടായിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ഒരാത്മപരിശോധന നടത്തുന്നത്. അതാണല്ലോ തദ്കിറ, ഒന്ന് ഓർത്തു നോക്കുന്നത് നന്നാവും എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് മനുഷ്യരെ പറ്റി അള്ളാഹ് പറഞ്ഞത്, ഇത്രയേറെ അവർക്ക് അനുഗ്രഹങ്ങൾ കൊടുത്താലും ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. അല്ലാഹു പറഞ്ഞ വാചകം നോക്കി, വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ, അവർക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത നിഅമത്തുകൾ നാം നൽകിയിട്ടുണ്ട്, എണ്ണി തിട്ടപ്പെടുത്താൻ അവർക്ക് സാധ്യമല്ല. എന്നാലും മനുഷ്യർ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. എന്നിട്ട് റബ്ബ് അതിനെ ഉദാഹരിച്ചത് ഒരു കുതിരയോടാണ്. നമ്മളെല്ലാവരും നമസ്കാരത്തിൽ ഓതുന്ന, നമസ്കാരത്തിൽ നമ്മുടെ എളുപ്പത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ആദിയാത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് അതല്ലേ? നോക്കൂ, ആ യുദ്ധക്കളത്തിലേക്ക് രാവിലെ സുബഹിക്ക് തന്നെ പൊടിപടലങ്ങൾ പാറിച്ച് അതിന്റെ കല്ലിൽ ഉരസി തീ പറപ്പിച്ച് അങ്ങനെ യുദ്ധക്കളത്തിന്റെ മധ്യത്തിലേക്ക് ഓടുന്ന ഒരു കുതിരയെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. വൽ ആദിയാതി ളബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅസർന ബിഹി നഖാ ഫവസത്ന ബിഹി ജംആ വൽആദിയാതി ളബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ. രാവിലെ തന്നെ കിതച്ചു പായുന്ന യുദ്ധക്കളത്തിലേക്ക് കാലുകൾ ഉരസി തീ പാർപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു കുതിര. എന്നിട്ട് പൊടിപടലങ്ങൾ പാർപ്പിച്ചുകൊണ്ട് അതിന്റെ മധ്യത്തിൽ വന്ന് നിൽക്കുകയാണ്. അത്രമാത്രം
പ്രയാസപ്പെട്ടുകൊണ്ട് തന്റെ യജമാനന് വേണ്ടി യുദ്ധം ചെയ്യുന്ന കുതിരയെ അള്ളാഹു പരിചയപ്പെടുത്തുന്നു. എന്തിനാ ആ കുതിര അത്രമേൽ ആ തണുപ്പും സഹിച്ചുകൊണ്ട് അത്രമേൽ പ്രഭാതത്തിൽ ഇയാളെയും കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ആ കുതിര പോകുന്നത്? ആ കുതിരക്ക് ഈ യജമാനൻ കൊടുക്കുന്ന പുല്ലും വെള്ളവും, ആ വെള്ളവും കിട്ടിയതിന്റെ നന്ദി കാണിക്കുകയാണ്. നോക്കൂ, അല്പം വെള്ളവും പുല്ലും ലഭിച്ചതിന്റെ പേരിൽ ഒരു കുതിര കാണിക്കുന്ന നന്ദിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് അങ്ങേയറ്റത്തെ നന്ദി കെട്ടവനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കൂ, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത്രയേറെ നന്ദി കെട്ട ഒരവസ്ഥ മനുഷ്യരിൽ എത്ര പേർക്കുണ്ട് എന്ന്. എത്ര നിഅമത്തുകൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഇനി നമ്മുടെ യുവാക്കളോടും യുവതികളോടും കുട്ടികളോടും പറയുകയാണ്, പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട യുവാക്കളെ, നന്ദികേട് എത്രയാ നമ്മൾ കാണിക്കുന്നത്. ക്യാമ്പസിലേക്ക് ചെല്ലുന്ന പെൺകുട്ടികൾ, ആൺകുട്ടികൾ, അവർ എന്തെല്ലാം തോന്യാസങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. പഠിക്കാനുള്ള അവസരം ആരാണ് കുട്ടി നിനക്ക് നൽകിയത്? ആ പടച്ച തമ്പുരാനല്ലേ. നിനക്കെങ്ങാനും ഒരു ചെറിയ ഞരമ്പിന്റെ തളർച്ച സംഭവിച്ചാൽ ആ ക്യാമ്പസിലേക്ക് പോകാനുള്ള കഴിവ് നിനക്കുണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം നൽകിയത് കൊണ്ടല്ലേ നിനക്ക് ആ ക്യാമ്പസിലേക്ക് കയറി ചെല്ലാനുള്ള അവസരമുണ്ടായത്. ആ റബ്ബിനെ ഓർക്കാതെ നീ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ? അന്യനായ പുരുഷനോട് പ്രേമം നടിക്കുകയാണ്. ആ അന്യായ സ്ത്രീയോട് പ്രേമം നടിക്കുന്ന ആൺകുട്ടികളുണ്ട്. അങ്ങനെ പല നിലക്കുള്ള തോന്യാസങ്ങൾ ക്യാമ്പസിൽ നമ്മൾ കാണുന്നു, ക്യാമ്പസിന്റെ പുറത്തും നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ അവർ ഓർക്കുക, അവർ അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുകയാണ്, വ്യഭിചരിക്കുക. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ തലമുറ അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുന്ന എത്രയോ സ്ഥലങ്ങളും എത്രയോ രംഗങ്ങളും മാതാപിതാക്കളായ നമ്മൾ ഇങ്ങനെ കാണുകയാണ്. ക്യാമ്പസിലേക്ക് കയറി ചെല്ലുമ്പോ ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, മോനെ എന്തിനാണ് അങ്ങനെ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ പോലും ലജ്ജയില്ലാതെ അത് വളരെ ധൈര്യത്തോടുകൂടി മാതാപിതാക്കളുടെ മുന്നിൽ വരെ നിന്നുകൊണ്ട് പറയാൻ മടിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. നമുക്ക് അവനോട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അവർ ചെയ്യുന്നത് വ്യഭിചാരത്തിന് സമാനമാണ്. വിശ്വാസിയായ ഒരാൾ ആ വിശ്വാസം നഷ്ടപ്പെടുത്തുകയാണ് വ്യഭിചാരത്തിന്റെ സന്ദർഭത്തില്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യസ്നി അസ്സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ വലാ യസ്രിഖു ഹീന യസ്റഖു വഹുവ മുഅ്മിൻ വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ. വിശ്വാസി ആയിക്കൊണ്ട് ഒരാൾക്ക് കള്ളു കുടിക്കാൻ സാധ്യമല്ല. വിശ്വാസി ആയിക്കൊണ്ട് ഒരാൾക്ക് കക്കാൻ, കളവ് നടത്താൻ സാധ്യമല്ല. വിശ്വാസി ആയിക്കൊണ്ട് ഒരാൾക്ക് വ്യഭിചാരത്തിൽ ഏർപ്പെടാൻ സാധ്യമല്ല. നോക്കൂ, നമ്മൾ ഒരു അന്യ പുരുഷനെ നോക്കുന്നുവെങ്കിൽ, ഒരു അന്യ സ്ത്രീയെ നമ്മൾ നോക്കുന്നുവെങ്കിൽ ആ നോട്ടം പോലും വ്യഭിചാരമായി തീരുന്ന ഒന്നാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉണർത്തിയതാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, നമ്മളെങ്ങാനും അത്തരം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നുവെങ്കിൽ, അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ, നമ്മുടെ മാതാപിതാക്കളെ പറ്റിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മൾ കബളിപ്പിച്ചുകൊണ്ട് ഇത്തരം എന്തെങ്കിലും ഏർപ്പാടുകളിൽ, ഇത്തരം എന്തെങ്കിലും പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ ഓർക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീക്ഷണത്തിൽ, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മളാ ചെയ്യുന്നത് വ്യഭിചാരമാണ്. പ്രവാചകൻ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ കതബ അലാ ഇബ്നി ആദം ഹല്ലഹു മിൻ സിനാ അദ്റക ദാലിക ലാ മഹാലത ഫസിനൽ ഐനു അൻ-നദർ വസിനൽ ലിസാനി അൻ-നുത്ഖ് വൻ-നഫ്സു തമന്നി വതസ്തഹി വൽ-ഫർജു യുസദ്ദിഖു ദാലിക ഔ യുകദ്ദിബ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, യുവാക്കളെ, യുവതികളെ, ഈ ഹദീസ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നെഞ്ചിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക.
നമ്മളെങ്ങാനും ക്യാമ്പസിൽ ചെന്നുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ പറ്റിച്ചുകൊണ്ട്, നമ്മുടെ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബാംഗങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നമ്മൾ ആരുടെയെങ്കിലും പിന്നാലെ നടക്കുന്നുവെങ്കിൽ, ആരുടെയെങ്കിലും പിന്നാലെ നമ്മൾ പഠനമൊഴിവാക്കി പോകുന്നുവെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വ്യഭിചാരമാണ്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ ഓരോ അവയവങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുന്നത്, നിങ്ങളുടെ നോട്ടം എന്ന് പറയുന്നത് സിനയിൽപ്പെട്ട ഒന്നാണ്. അന്യനായ പുരുഷനെ നോക്കുമ്പോൾ, അന്യനായ സ്ത്രീയെ നോക്കുമ്പോൾ ആ നോട്ടം ഒരു വ്യഭിചാരമാണ്. അത്തരം ചുവയുള്ള സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ ആ സംസാരം ഒരു സിനയാണ്. നമ്മുടെ നഫ്സ് അത്തരം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് പോലും സിനയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉണർത്തിയതാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, മോനെ മോളെ, എന്നെ പറ്റിച്ചാലും നമ്മുടെ കുടുംബാംഗങ്ങളെ പറ്റിച്ചാലും നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ വൃത്തികേടാണ് എന്ന് ഓർക്കണം. മാത്രല്ല, അതിന് പടച്ച തമ്പുരാൻ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് മോനോട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത്തരം പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളെ പറ്റിച്ച്, മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും കബളിപ്പിച്ചുകൊണ്ട് ഇത്തരം ഏർപ്പാടുകളിലേക്ക് പോകുന്ന പെൺകുട്ടിയോട്, ആൺകുട്ടിയോട് ഇസ്ലാം പറയുന്നത് കേൾക്കുക. ഇസ്ലാം പറയുന്നത്, അവരോട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ശിർക്കിനെ പോലെ, കൊലപാതകത്തെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയ ഒന്നാണ് സിന. ഓർക്കണം, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ, ഏതെങ്കിലും യുവാക്കളുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട യുവാക്കളോട്, യുവതികളോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന വൃത്തികേടുകൾ അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് വിരുദ്ധമായി, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ഘടകവിരുദ്ധമായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയായി ഈ പ്രവർത്തനത്തെ കൂട്ടും. ഒന്ന് നോക്കാണ്, ഒരു നോട്ടാണ് അല്ലെ? അങ്ങാടിയിൽ നിന്നിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. വൈകുന്നേരം വരെ കാത്തു നിൽക്കുന്നു ആളുകൾ. പെൺകുട്ടികളോ ആ നിലക്ക് ഒരുങ്ങി വരികയാണ്. ഔറത്തുകൾ വെളിവാക്കി അവരോട് തട്ടം ധരിക്കാൻ പറഞ്ഞു. തട്ടമൊക്കെ ഒഴിവാക്കി മാതാപിതാക്കളെ പറ്റിച്ച് നിൽക്കുന്ന ആ യുവതികളോട്, യുവാക്കളോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അതിന്റെ പരിണിത ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ പറയാണ്, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഅൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. നോക്കൂ, മൂന്ന് കാര്യം എണ്ണിയപ്പോ ആദ്യം ശിർക്ക് പറഞ്ഞു. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. അതല്ലാത്തവരോടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ശിർക്കാണ്, പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഒരു നഫ്സിനെയും കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. മൂന്നാമതായി അള്ളാഹു എണ്ണിയത് സിനയാണ്, വ്യഭിചാരമാണ്. ആ നോട്ടം വ്യഭിചാരമാണ്, അത്തരം സംസാരങ്ങൾ വ്യഭിചാരമാണ്, അത്തരം പ്രവർത്തികൾ വ്യഭിചാരമാണ്. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ? വമയ്യഫ്അൽ ദാലിക യൽക അസാമ. അതിന്റെ പരിണിത ഫലം അവരനുഭവിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഓർക്കുക, അവർക്ക് സമാധാനം നഷ്ടപ്പെടുക മാത്രമല്ല, അതിന്റെ ഫലമായി അവർക്ക് ദുനിയാവിൽ തന്നെ അല്ലാഹു ശിക്ഷ കൊടുക്കും. മാത്രമല്ല, ആഖിറത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, പ്രവാചകൻ ഇങ്ങനെ ജിബ്രീലിന്റെ കൂടെ ആകാശത്തേക്ക് കയറിപ്പോകുന്ന സന്ദർഭത്തിലാണ് അവിടെ വലിയ ഒരു ഗുഹയുടെ അടുത്ത് ചെന്ന് നിന്നപ്പോ ഒരുപാട് ശബ്ദ കോലാഹലങ്ങളാണ് കേൾക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആരാണിവര്? അവിടെ ആണും പെണ്ണുമൊക്കെ ഒരു തീജ്വാലയിൽ അങ്ങനെ ഉരുണ്ടു മറിയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് നോക്കിയപ്പോ ആ തീജ്വാലയിൽ കിടന്ന് എരിയുന്ന ആണും പെണ്ണും, ഉടുതുണിയില്ലാതെ കടന്നെറിയുന്ന ആണിനെയും പെണ്ണിനെയും കണ്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനോട് ചോദിച്ചു, ആരാണിവർ? ജിബ്രീൽ പറഞ്ഞു, മുന്നോട്ട് നടക്ക്,
മുന്നോട്ട് നടക്ക്, നിനക്ക് പലതും കാണാന്ന്. അങ്ങനെ പല കാഴ്ചകളും കണ്ട് അവസാനം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കാണ്, നീ നേരത്തെ കണ്ട ആ തീജ്വാലയിൽ കിടന്ന് അമരുന്ന ആ ആളുകൾ ആരെന്നറിയാമോ? വഅമ്മർ-റിജാലു വൻ-നിസാഉ ഖുറാത്തുൻ അല്ലദീന ഫീ മിസ്ലി ബിനാഇ തന്നൂരി ഫഇന്നഹും സുനാത് വസ്സവാനീം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നിങ്ങളാ കണ്ട ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നഗ്നരായി കണ്ട ആളുകൾ അവര് ഇതേപോലെ അവരുടെ തീയിൽ വ്യഭിചാരിണികളായ ആളുകൾ അടുപ്പ് പോലെയുള്ള ഗുഹയിൽ തങ്ങൾ കണ്ട ആ നഗ്നരായ സ്ത്രീ പുരുഷന്മാർ ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഫഇന്നഹും അവർ അസ്സുനാത്ത്, അവർ വ്യഭിചാരികളായ ആണുങ്ങളാണ്. വസ്സവാനി, വ്യഭിചാരികളായ സ്ത്രീകളാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, കുട്ടികളെ, ദുനിയാവിൽ മാത്രല്ല ആഖിറത്തില് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിങ്ങളെ ഇട്ടുകൊണ്ട് ആട്ടുന്ന രംഗം, ഒരു ഗുഹക്കകത്ത് അവിടെ തീജ്വാലയിലേക്ക് ഇട്ടുകൊണ്ട് പീഡിപ്പിക്കുന്ന രംഗമാണ് ഇത്തരം ആളുകൾക്കുണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നമ്മൾ അറിയിക്കുക. ഞാൻ ഇത് പറയാൻ കാരണം, ഏറ്റവും വലിയ ഒരു നിഅമത്തിന്, ആ നിഅമത്തിന് ഓർക്കാതെ ക്യാമ്പസുകളിലേക്ക് ചെന്ന കുട്ടികൾ ഇന്ന് കാണിക്കുന്ന പല രംഗങ്ങളും മാതാപിതാക്കളായ ആളുകൾ കരഞ്ഞുകൊണ്ട് നമ്മളോട് വന്ന് പറയാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തദ്കിറ ഓർമ്മപ്പെടുത്തുന്നത് യുവാക്കളോടും യുവതികളോടും കുട്ടികളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് സംഘടിപ്പിച്ച ആളുകൾ ഇതിന്റെ ഒരു സന്ദേശമായി നമ്മുടെ പുതിയ തലമുറയോട് പറയുന്നു, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട യുവാക്കളെ, ദുനിയാവിന്റെ അപകടങ്ങളിൽ നിന്നും, ദുനിയാവിലെ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ, നാളെ പരലോകത്ത് കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു വിരോധിച്ച ഇത്തരം ഏർപ്പാടുകളിൽ നിന്ന് മാറി നിൽക്കുക. കുറഞ്ഞ കാലത്തെ ജീവിതാണ്, കുറച്ചു കാലത്തെ ആസ്വാദനാണ്. അതൊന്ന് മാറ്റിവെക്ക്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളിലൂടെ ഉള്ള പ്രാർത്ഥന അന്വർത്ഥമാക്കുന്നത്. സലാമുൻ അലൈക്കും ബിമാ സബർതും. നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഒരു സമാധാനത്തിന്റെ വീട് ഇവിടെ കിട്ടാനുള്ള കാരണമെന്ന് പറയുമ്പോ, ആ മലക്കുകൾ നമുക്ക് സമാധാനത്തിന്റെ വർത്തമാനം പറഞ്ഞു തരുമ്പോ അതിന്റെ കൂടെ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ബിമാ സബർതും. ക്യാമ്പസിലേക്ക് കയറി ചെന്നപ്പോ ഒരുപാട് ആസ്വാദനങ്ങൾ ആസ്വദിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ഞാൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ഞാൻ അതെല്ലാം ക്ഷമിച്ചു. എന്റർടൈൻമെന്റുകൾ ഇഷ്ടം പോലെ ക്യാമ്പസിനകത്തുണ്ടായിരുന്നു. എന്റെ മാതാപിതാക്കൾ കാണുകയില്ല, എന്റെ കുടുംബക്കാർ കാണുകയില്ല. ഞാനിത് ഉപയോഗിച്ചാൽ ഞാൻ മദ്യമോ മയക്കുമരുന്നോ അതുപോലെയുള്ള MDM പോലെയുള്ള സംഗതികൾ ഉപയോഗിക്കുമ്പോ എന്റെ കുടുംബങ്ങളിൽ ആരും അത് അറിയുകയില്ല. എന്നിരുന്നാലും ഞാൻ അത് ഉപയോഗിക്കാതിരുന്നത് പടച്ച തമ്പുരാനെ ഓർത്തുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. എന്റെ കൂട്ടുകാർ പലതവണ എന്നെ അങ്ങോട്ട് വിളിച്ചിരുന്നു. ഞാൻ പോകാതിരുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ്, അള്ളാഹുവിന്റെ കൽപ്പനയെ ഓർത്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ക്ഷമിച്ചതിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ? അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥന? സലാമുൻ അലൈക്കും ബിമാ സബർതും. നിങ്ങൾ ആ ക്ഷമിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സമാധാനം തരികയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, അതാ നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ഒരു നന്ദികേട്. മറ്റൊരു നന്ദികേട്, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വരുന്നൊരു നന്ദികേട്, ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. മറ്റൊരു നന്ദികേട്, കുടുംബങ്ങൾ പരസ്പരം തെറ്റി നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. ആര് വിശ്വാസിയാണോ എങ്കിൽ നമ്മൾ ഒരിക്കലും ഒരാളോട് പോലും തെറ്റി നിൽക്കാൻ പാടില്ല എന്നാണ്. തൻ്റെ ഉമ്മയോട്, തൻ്റെ ഉപ്പയോട്, തൻ്റെ സഹധർമ്മിണിയോട്, തൻ്റെ ഭർത്താവിനോട്, തൻ്റെ മക്കളോട്, തൻ്റെ കുടുംബാംഗങ്ങളോട്, തൻ്റെ കൂട്ടുകാരോട്, ആരോടെങ്കിലും പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിക്ക് തെറ്റി നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. തെറ്റാൻ പറ്റുമോ? നമ്മളാലോചിച്ച് എത്ര ആളുകൾ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി തെറ്റുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു,
മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ളൈഫഹു വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹ്മഹു. നമ്മളോട് ബന്ധങ്ങൾ ചേർത്താനാ പറഞ്ഞത്. വിശ്വാസിയാണോ അവൻ ബന്ധങ്ങൾ ചേർത്തിക്കൊണ്ടേയിരിക്കും. അവൻ ഒരിക്കലും ബന്ധങ്ങളെ വിച്ഛേദിക്കുവാൻ അവൻ ഒരിക്കലും ശ്രമിക്കുകയില്ല. വിശ്വാസിയാണോ ബന്ധങ്ങൾ ഇങ്ങനെ ചേർത്തിക്കൊണ്ടിരിക്കും, പുതുക്കിക്കൊണ്ടിരിക്കും. നമ്മൾ എത്ര സുഹൃത്തുക്കളാ പ്രിയപ്പെട്ടവര് നിരന്തരം വിളിക്കുന്ന ആളുകൾ നോക്കി. ഒരു തവണ പരിചയപ്പെട്ടാൽ മതി അയാൾ ആ ബന്ധം പുതുക്കുന്നത്. വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾ ആ പോസ്റ്റ് കണ്ടു സന്തോഷായി എന്ന് പറഞ്ഞ് വിളിക്കുന്ന എത്രയെത്ര ആളുകൾ നോക്കൂ. ബന്ധങ്ങൾ ഇങ്ങനെ നിലനിർത്തുന്നവനാണ് വിശ്വാസി എന്ന് പറഞ്ഞാൽ അത് കാരണം അള്ളാഹു പറഞ്ഞതാണ്, വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യുസല. ചേർത്താൻ പറഞ്ഞ ബന്ധങ്ങളെ മുഴുവൻ ചേർക്കുന്നവനാ വിശ്വാസി. എന്നാൽ ആ വിശ്വാസികളിൽ നിന്ന് പലപ്പോഴും പ്രിയപ്പെട്ടവരെ ബന്ധങ്ങളെ വിച്ഛേദിക്കുന്ന അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തെറ്റിപ്പോകുന്ന ആളുകൾ. അത്തരം ആളുകൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് എന്താ സംഭവിക്കുക? ആ കുടുംബത്തിലേക്ക് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ ഇറക്കുന്ന റഹ്മത്ത് പോലും തടയപ്പെടും. സുബ്ഹാനല്ലാഹ്. നമ്മുടെ വീട്ടിൽ ഭാര്യ ഭർത്താവിനോട് തെറ്റി നിൽക്കുന്ന ഒരു അവസരം ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കി. സങ്കല്പിക്കുങ്ങൾ അങ്ങനെ ഒരു രാത്രി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ രാത്രി പ്രിയപ്പെട്ടവരെ നമുക്ക് റഹ്മത്ത് ഇറങ്ങുകയില്ല. അതുകൊണ്ട് വിശ്വാസികൾ പ്രിയപ്പെട്ടവരെ ഒരിക്കലും തെറ്റി നിൽക്കാൻ പാടില്ല. ദുനിയാവല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചില സംസാരമൊക്കെ ഉണ്ടാവും, അത് ക്ഷമിക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. അതല്ലേ നബി നമ്മളെ പഠിപ്പിച്ചത്? വിട്ടുവീഴ്ചയിലൂടെ സ്നേഹത്തിലൂടെ പരസ്പരം ഇണങ്ങി ജീവിക്കുവാനാണ് വിശ്വാസികളോട് വിശുദ്ധ ഖുർആനും പ്രവാചകനും ഉണർത്തുന്നത്. തെറ്റി നിൽക്കാനേ പാടില്ല ഒരിക്കലും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുക. സുബഹിക്ക് പള്ളിയിൽ ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കാണ്, ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും ഉപ്പയോട് തെറ്റിയവരുണ്ടോ, ഉമ്മയോട് തെറ്റിയവരുണ്ടോ, സഹധർമ്മിണിയോട് തെറ്റിയവരുണ്ടോ, ഭർത്താവിനോട് തെറ്റി നിൽക്കുന്നവരുണ്ടോ, അയൽപക്കത്തുള്ളവരോട് തെറ്റി നിൽക്കുന്നവരുണ്ടോ, സുഹൃത്തുക്കളോട് തെറ്റി നിൽക്കുന്ന ആളുകളുണ്ടോ, ദയവ് ചെയ്ത് ആ ആളുകൾ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണം. ഈ സദസ്സ് എഴുന്നേറ്റ് പോകണമെന്ന്. കാരണം എന്താ വെച്ചാല് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ റഹ്മത്ത് ഇറക്കുക ഇങ്ങനത്തെ തെറ്റി നിൽക്കുന്ന ആളുകൾ. ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പോവാ, ഞങ്ങളെ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ തെറ്റി നിൽക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് പോകണം. കാരണം ആകാശത്തിന്റെ റഹ്മത്തിന്റെ വാതില് അടക്കപ്പെടും. ആ സദസ്സിൽ റഹ്മത്തില് ഇറങ്ങുകയില്ല. എന്തൊരു വലിയ സംഭവമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരങ്ങൾ ആ സംഭവത്തെ കാണുന്നത്. ഒരാൾ തെറ്റി അയാൾ ആ സദസ്സിലുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരല്ല. അങ്ങനത്തെ ഒരു കാര്യം നിലനിൽക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് ബാപ്പയോട് തെറ്റുക? എങ്ങനെ ഉമ്മയോട് തെറ്റുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തദ്കിറ ഓർമ്മപ്പെടുത്തുന്നു, ഏതെങ്കിലും തരത്തിൽ തെറ്റി നിൽക്കുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ ആളുകളോട് നമ്മൾ പറയുന്നു, ഓർമ്മപ്പെടുത്തുന്നു, ദുനിയാവിൻ്റെ നശ്വരതയെ ഓർത്തുകൊണ്ട്, ദുനിയാവിൻ്റെ നൈമിഷികതയെ ഓർത്തുകൊണ്ട്, ഒരു കുറഞ്ഞ കാലത്തെ ജീവിതം, ആ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളുള്ള ഈ ജീവിതം ഓർത്തുകൊണ്ട്, പ്രിയപ്പെട്ട സഹോദരിമാരെ, താൽക്കാലികമാണ് ഇവിടത്തെ ജീവിതം, അതിങ്ങനെ തെറ്റി നിൽക്കാനുള്ളതല്ല എന്നോർത്തുകൊണ്ട് നാളെ തന്നെ ചെന്നുകൊണ്ട്, ഇന്ന് തന്നെ ചെന്നുകൊണ്ട്, ഇന്ന് തന്നെ ഫോണിൽ വിളിച്ചുകൊണ്ട് സലാം പറഞ്ഞ് ആ തെറ്റുകളൊക്കെ ഇല്ലാതാക്കണം. കാരണം ദുനിയാവാണ്, ഏത് സമയത്താണ് അവിടുന്ന് പോകാന്നറിയില്ല, ഏത് സമയത്താണ് ഇവിടുന്ന് പിരിഞ്ഞു പോകാന്നറിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടി ഒരു നിലക്കും നമ്മൾ ആരോടും തെറ്റുന്ന അവസ്ഥ ഉണ്ടാവരുത്. മാതാപിതാക്കളോട് പ്രത്യേകിച്ചും അവരോട് ഒരു നിലക്കുള്ള അവരെ വേദനിപ്പിക്കുന്ന ഒന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. മാതാപിതാക്കളോട് തെറ്റുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. പ്രത്യേകിച്ച് യുവതലമുറയോട് പറയാനുള്ളത്, നമുക്ക് ഒരു കല്യാണം കഴിഞ്ഞ് വന്ന് നമ്മളൊരു കുടുംബമാകുമ്പോഴേക്കും നമ്മുടെ മാതാപിതാക്കളാണ്
പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ ആ നിലയിലേക്ക് എത്തിച്ചത്. ഒരു പക്ഷെ നമ്മുടെ കല്യാണത്തിന്റെ മഹർ ഒഴികെ ബാക്കിയെല്ലാം ഉണ്ടാക്കിയത് ആരാണ്? നമ്മുടെ ഉപ്പയും ഉമ്മയുമാണ്. ആ ഉമ്മയെയും ഉപ്പയെയും പിന്നീട് കണ്ടുകൂടാത്തൊരവസ്ഥ, അവർ വീട്ടിലേക്ക് വരുന്നത് പോലും വിഷമത്തോടു കൂടി കാണുന്ന മക്കളാകുന്ന അവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനേ പാടില്ല. കാരണം അങ്ങനെങ്ങാനും വന്നുപോയാൽ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒന്നിനും നിങ്ങൾക്ക് റഹ്മത്തുണ്ടാവില്ല. എനിക്കറിയാം, ഒരാള് ഗൾഫിലുള്ള ഒരു സഹോദരനെയും അയാൾ എന്ത് ബിസിനസ് ചെയ്തിട്ടും തകർന്നു പോവുക. അവസാനം ഞങ്ങളുടെ റൂമിൽ വന്നുകൊണ്ട് അയാൾ പറയാണ്, ഞാൻ 3-4 കമ്പനികൾ തുടങ്ങി, 4 കമ്പനിയും പൂട്ടി ഞാൻ ഇനി പോവാണ്, നിർത്താണ്, ഒരുപാട് പൈസ കടമായി തീരാണെന്ന്. ഞങ്ങളിങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംബന്ധിച്ചും വീടിനെ സംബന്ധിച്ചും നാട്ടിലെ അവസ്ഥയെ സംബന്ധിച്ചും ഒക്കെ ഇരുന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ അയാൾ പറയാണ്, ഞാൻ ഉമ്മയോട് സംസാരിച്ചിട്ട് 2-3 വർഷമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെ കുരുത്തം പിടിക്കും ആ ഒരു അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ബിസിനസ്സിന് എങ്ങനെ റഹ്മത്ത് കിട്ടും? ആ ഉമ്മ ഉങ്ങാനും ഒന്ന് കൈ ഉയർത്തി എന്റെ മോനില്ലേ എന്ന് വിഷമത്തോടുകൂടി പടച്ച തമ്പുരാനോടൊന്ന് ചോദിച്ചാ മതി. നിന്നു അവിടെ, അവന്റെ എല്ലാം നിന്നു. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ മാതാപിതാക്കളുണ്ടെങ്കിൽ നമ്മുടെ സ്വർഗത്തിന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അമൂല്യമായ വസ്തുവായി നമ്മളത് കാണണം. നമ്മുടെ വീട്ടിൽ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചേർത്ത് നിർത്തണം. നോക്കൂ, സൗദിയിൽ ഒരു കോടതിയിൽ വന്ന കേസ് എന്താ? ജ്യേഷ്ഠന് കേസ് കൊടുത്തത് മാതാപിതാക്കളെ എനിക്ക് വിട്ടുതരുന്നില്ല. നമ്മൾ വായിച്ചത് വാർത്തല്ലേ? അങ്ങനെ എന്തിനാ? ആ മാതാപിതാക്കളെ കിട്ടിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് അത് മുഖേന സ്വർഗം കിട്ടും. അവര് മാതാപിതാക്കളുടെ മനസ്സറിഞ്ഞിട്ട് പ്രാർത്ഥിച്ചാണ്ടല്ലോ, നമ്മുടെ ബിസിനസ് അല്ല എല്ലാത്തിനും ഒരു ബർക്കത്താ. പക്ഷെ ആ മാതാപിതാക്കൾ എങ്ങാനും നമ്മളെ ആലോചിച്ചുകൊണ്ട് എൻ്റെ മോൻ എന്ന് പറഞ്ഞ് ഒരു വിഷമത്തിന്റെ പ്രാർത്ഥന എങ്ങാനും മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് റഹ്മത്താണ്. അതുകൊണ്ട് ഒളിച്ചോടിപ്പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. പെൺകുട്ടികളെ കേട്ടോളൂ, നിങ്ങളാ പോകുന്ന സമയത്ത് 19 മാസം ഗർഭം ചുമന്ന ആ മാതാവ് അന്ന് രാത്രി അവർ ഉയർത്തിയ ഒരു പ്രാർത്ഥനയുണ്ടാകും. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് മേലോട്ട് ഉയർന്നിട്ടുള്ള ഒരു വേദനയുടെ വർത്തമാനമുണ്ടാകും. ഒരിക്കലും ആ കുട്ടിക്ക് ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുകയില്ല എന്നത് ഉറപ്പാണ്. കാരണം ആ കുട്ടിനെ 18 വയസ്സ് വരെ ആ ഉമ്മയും ഉപ്പയും വളർത്തുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടാ. അവർക്കെന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാൽ എത്ര ദൂരെയാണെങ്കിലും അവർ ചെന്നെത്തുകയാണ്. അവർക്കെന്തെങ്കിലും അസുഖമുണ്ട് എന്നറിഞ്ഞാൽ ആശുപത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് കിടക്കുന്നത് ആ മാതാപിതാക്കളാണ്. അങ്ങനെ പോറ്റി വളർത്തി 18 വയസ്സായി. അതിനു മുമ്പ് 9 മാസം ആ ഉമ്മ വേദന സഹിച്ചത് എത്രയാ? ഒരു സ്ത്രീയുടെ വേദന എത്രമാത്രം വേദനയാ സ്ത്രീകൾ സഹിക്കുന്നത്. നമ്മൾ ഇങ്ങനെ നോക്കിയാൽ അവർ അനുഭവിക്കുന്ന വേദന എത്രയാ. ഇന്ന് എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. ആ ഗർഭിണിയായ ഭാര്യയ്ക്ക് ഓരോ സമയത്ത് പോകുമ്പോഴും ഓരോ ഇഞ്ചക്ഷനുകൾ ഇങ്ങനെ വെക്കുന്ന സന്ദർഭത്തിൽ പുറത്ത് നിൽക്കുന്ന നമുക്ക് പോലും വല്ലാത്ത സങ്കടം തോന്നുകയാണ്. എത്രയെത്ര വേദനകളാണ് ആ സ്ത്രീകൾ സഹിക്കുന്നത്. എന്തിനു വേണ്ടിയാ? നമ്മളെ ഗർഭം ചുമന്നു എന്നതിൻ്റെ പേരിലാ നമ്മുടെ മാതാവ് ഒരുപാട് വേദനകൾ സഹിച്ചത്. എത്ര വേദന സഹിച്ചു ആ മാതാവ്. വേദന സഹിച്ച് അവസാനം പ്രസവ വേദന എന്ന് പറഞ്ഞത് മരണവേദനയ്ക്ക് സമാനമാണത്രേ. അത്രമാത്രം വേദന സഹിച്ച് 18 വയസ്സ് വരെ വളർത്തിയിട്ട് ആ ഉമ്മയോട് കൊഞ്ചനം കുത്തിയിട്ട് മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന ആ സ്ത്രീയെ, ആ പെൺകുട്ടിയെ ആ ഉമ്മ എങ്ങനെയായിരിക്കും സമീപിക്കുക? അള്ളാഹുവിനോട് ആ ഉമ്മ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തായിരിക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ആലോചിക്കും, ആ ഉമ്മന്റെ ആ വേദന നിറഞ്ഞ ആ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് പടച്ചോനെ കൊടുക്ക് അവൾക്ക് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് എവിടെയാണ് പ്രിയപ്പെട്ടവരെ അവർക്ക് ബർക്കത്തുണ്ടാകുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന ഒന്നുപോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല.
മറ്റൊന്ന് അള്ളാഹുവിന് നന്ദികേട് കാണിക്കുന്ന മറ്റൊരു സംഗതി, നമ്മുടെ ഈ കുടുംബങ്ങളെ നമ്മൾ വളർത്തുമ്പോൾ ഇസ്ലാമിക മര്യാദകളിൽ വളർത്താതെ അത് ദുനിയാവല്ലേ, കുറച്ചല്ലേ, അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ വളർത്തുന്ന ഒരു രംഗം നമ്മുടെ വീടുകളിലുണ്ട്. അതും നമുക്ക് സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടാൻ കാരണമാകും. മൂന്നാമതായി നിങ്ങളെ ഉണർത്താനുള്ളത് അതാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഹദ്ദുകൾ, ചില പരിധികൾ നമുക്ക് വെച്ചിട്ടുണ്ട്. അൽ മുഅ്മിനു സിജ്ൻ, മുഅ്മിന് ദുനിയാവിലെ ജീവിതം സിജ്നാണ്, കാഫിറിനാണ് ജന്നത്ത്. കാഫിറിന് എങ്ങനെയും ജീവിക്കാം, അവിശ്വാസിയായ ഒരു മനുഷ്യന് അവന് സ്വർഗമാണ് ഈ ജീവിതം. അതുകൊണ്ട് അവൻ അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോ വിശ്വാസിയായ നമ്മളുടെ കണ്ണുകൾ തള്ളിപ്പോകേണ്ടതില്ല. നമുക്ക് ഈ ദുനിയാവെന്ന് പറയുന്നത് അത് ഈ ദുനിയാവ് സിജ്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് മുഅ്മിനിന് ദുനിയാവ് സിജ്നാണ് എന്നാണ്. ജയിലാവുമ്പോ എന്താ, ജയിലിന് ചില നിയമങ്ങൾ ഉണ്ടാവും, എപ്പോഴും ഒന്നും പുറത്തു പോകാൻ പറ്റൂല, എഴുന്നേൽക്കുന്ന സമയം ഉണ്ടാവും, ഭക്ഷണത്തിന് സമയം ഉണ്ടാവും, എല്ലാത്തിനും ഒരു നിയമവും ഒരു സംവിധാനവും ജയിലിനകത്തുണ്ട്. അതുപോലെയാണത്രേ മുഅ്മിനിന് ദുനിയാവിലെ ജീവിതം. അപ്പൊ നമ്മുടെ മക്കള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവർക്ക് ചില നിയമങ്ങളുണ്ട്, അവരുടെ വസ്ത്രത്തിൽ ചില നിയമങ്ങളുണ്ട്, അവരുടെ സംസാരത്തിൽ ചില നിയമങ്ങളുണ്ട്, അവരുടെ നടത്തത്തിൽ ചില നിയമങ്ങളുണ്ട്, അവർക്ക് ജീവിതത്തിൽ ചില നിർദ്ദേശങ്ങളുണ്ട്. ആരുടെ? അവരെ സൃഷ്ടിച്ച് അവരെ പരിപാലിക്കുന്ന, അവർക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പടച്ച തമ്പുരാനുണ്ട്. ആ റബ്ബിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ ഒരു വിശ്വാസി അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. അങ്ങനെ വിശ്വാസിയെ കൊണ്ടുപോകാൻ അങ്ങനെ നമ്മുടെ മക്കളെയും നമ്മൾ പരിശീലിപ്പിക്കണം. എന്നാൽ ഇന്നുള്ള ഒരു അവസ്ഥ എന്താ? നമ്മുടെ മക്കളുടെ വസ്ത്രം വാങ്ങുന്നത് നമ്മളുടെ ഇഷ്ടപ്രകാരമല്ല, അവരുടെ ഇഷ്ടപ്രകാരമാണ്. പോട്ടെ, അതങ്ങനെ വെക്കാം. പക്ഷേ ആ വാങ്ങി വരുന്ന വസ്ത്രം ഇസ്ലാമിക വിരുദ്ധമായ നഗ്നതകൾ പുറത്ത് കാണിക്കുന്ന വസ്ത്രമാണെങ്കിൽ വാപ്പാക്ക് ചോദിക്കാം, ഉമ്മാക്ക് ചോദിക്കാം. കാരണം അവർ അള്ളാഹുവിനെ ഓർക്കുന്നവരാ, അവർ അള്ളാഹുവിന്റെ നിയമങ്ങൾ മനസ്സിലാക്കിയവരാ, അതുകൊണ്ട് ചോദിക്കണം. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താ? ഒരു +2 സ്കൂളിലെ, ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്, ഇന്നത്തെ രക്ഷിതാക്കളുടെ അവസ്ഥ പേടിയാണ്. ഞാൻ ചില രക്ഷിതാക്കളെ പറഞ്ഞ്, നിങ്ങൾ പറഞ്ഞാള്, സാറ് പറഞ്ഞാള്, ഞങ്ങൾക്ക് പറയാൻ പേടിയാണ്. ഓക്കെ, മക്കളോട് സംസാരിക്കാൻ പേടിയുള്ള മാതാപിതാക്കൾ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ കുട്ടി എങ്ങനെ മുടി വെട്ടി വന്നാലും ബാപ്പങ്ങനെ അന്തം വിട്ട് നിൽക്കാല്ലാതെ ഒന്നും പറയൂല. എന്നിട്ട് ആ ദേഷ്യമൊക്കെ തീർക്കാൻ ഭാര്യനോടാ, പെണ്ണുങ്ങളോട് ഉള്ള ദേഷ്യമൊക്കെ തീർക്കും. എന്നാൽ ബാപ്പാന്റെ ഈ ദേഷ്യം ഉമ്മാക്ക് കിട്ടിയ ഉമ്മ ദേഷ്യം തീർക്കുന്ന ഏറ്റവും ചെറിയ കുട്ടികളോടാണ്. ഇങ്ങനെ ദേഷ്യം തീർക്കാനുള്ള ഇടങ്ങളായി നമ്മുടെ വീടകങ്ങൾ മാറുകയാണ്. അതിന് ആദ്യം തന്നെ അങ്ങനെ കയറി വരുമ്പോ, മോനെ ആ വസ്ത്രല്ലേ, നെരിയാണിക്ക് താഴെ ഇട്ട വസ്ത്രം ഉണ്ടല്ലോ, ആ വസ്ത്രം ധരിച്ച് ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. തട്ടമൂരി വരുന്ന, ക്യാമ്പസിൽ നിന്ന് സ്കൂളിൽ നിന്ന് മടങ്ങി വരുന്ന പെൺകുട്ടി തട്ടമിടാതെ വരുന്നുവെങ്കിൽ ഉമ്മ പറയണം, മോളെ ഈ രൂപത്തിൽ പോകാൻ ഈ വീട്ടിൽ നിന്ന് അനുവദിക്കുകയില്ല. ധൈര്യത്തിൽ പറയണം. അപ്പൊ തോൽക്ക് തോന്നുന്നത്, ആഹാ ഇത് ചില നിയമങ്ങളുണ്ട്, ചില കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നവർക്ക് തോന്നണം. ഇല്ലെങ്കിലോ നമ്മൾ ഭക്ഷണം കൊടുത്ത്, നമ്മളെല്ലാം കൊടുത്തു വളർത്തുന്നത് നരകത്തിലെ വിറക് കൊള്ളികളെയാണ്. സുബ്ഹാനല്ലാഹ്. എങ്ങനെ? നമ്മൾ വീട്ടിൽ എല്ലാം സഹിച്ച്, എല്ലാ പ്രയാസങ്ങളും സഹിച്ച് മക്കളെ വളർത്തുമ്പോ ആ മക്കള് നരകത്തിന്റെ വിറക് കൊള്ളികൾ നമ്മൾ വളർത്തുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. വിശ്വാസികളെ, നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ കാത്തുകൊള്ളുക, വഅഹ്ലീകും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ കാത്തുകൊള്ളുക. എവിടുന്ന്? അന്നാറ, തീയിൽ നിന്ന്. കാരണം വഖൂദുഹന്നാസു വൽ ഹിജാറ,
മനുഷ്യരും കല്ലുകളെയും കത്തിക്കപ്പെടുന്നു. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ, അവിടെയുള്ള മലക്കുകളാണെങ്കിൽ അതിമല്ലന്മാരായ കഠിന ശക്തിയുള്ള ആളുകളാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അവരോടെന്താണോ കൽപ്പിച്ചത് അത് ചെയ്യുന്ന മലക്കുകളാണ്. അങ്ങനെ ശക്തരായ മലക്കുകളുള്ള മനുഷ്യരെയും കല്ലിനെയും കത്തിക്കുന്ന ആ നാറിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും രക്ഷിച്ചോളീന്ന്. നമ്മൾ ആ നരകത്തിലേക്ക് പോകാൻ പറ്റിയ കോലത്തിൽ നമ്മുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും വളർത്തിയെടുക്കുകയാണെങ്കിൽ ആ നരകത്തിൽ കത്തിക്കുന്ന വിറക് കൊള്ളികളായി നമ്മുടെ കുടുംബാംഗങ്ങൾ മാറും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് തെദിക്കിറ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കാദ്യം വേണ്ടത് നമ്മൾ അള്ളാഹുവിൻ്റെ ആളുകളായി മാറുക. അള്ളാഹുവാണ് ഞങ്ങൾക്ക് എല്ലാം നൽകുന്നത് എന്ന ബോധ്യത്തോടു കൂടി അള്ളാഹുവിൻ്റെ ആളുകളായി നമ്മൾ മാറണം. അല്ലാഹു വലിയുല്ലദീന ആമനു, വിശ്വാസികൾക്ക് വലിയായി അള്ളാഹു. ആദ്യം തന്നെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. തദ്കിറ വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസികൾക്ക് വല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലന്നൂർ, നമ്മളെ ഈ ളുലുമാത്തിൽ നിന്ന് ഈ പ്രകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹുവാണ് നമ്മുടെ വലിയെന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം. അള്ളാഹുവിനെ നമ്മൾ ആദ്യമായി ഉൾക്കൊള്ളുക. രണ്ടാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിക്കാൻ പറഞ്ഞ വിശുദ്ധ ഖുർആൻ, അത് നമ്മൾ നിരന്തരമായി പഠന വിധേയമാക്കുക. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഈ തദ്കിറയുടെ ഈ സംസാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് നിരന്തരമായി കഴിയണമെങ്കിൽ, ആ ഒരു ശക്തി നമുക്ക് കിട്ടണമെങ്കിൽ, ആ ഒരു ഓർമ്മ നമുക്ക് നിരന്തരമായി ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ചിന്ത അങ്ങനെ ഓടണമെങ്കിൽ അതിനു വേണ്ട എണ്ണയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കലാം, വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമ്മൾ പഠന വിധേയമാക്കണം. ആ ഖുർആനിനെ അവഗണിക്കാതെ വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്കാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, അതുണ്ടാവരുത്. ദുനിയാവിൽ മഈശതൻ ലങ്ക. നോക്കി നിങ്ങൾ ആലോചിക്കും, നമ്മൾ കുടുംബപരമായി ജീവിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു സംതൃപ്തിയും കിട്ടാതെ മക്കളെ നോക്കുമ്പോൾ മക്കളിലൂടെ നല്ല കൺകുളിർമ വരുന്നില്ല. ഭാര്യയെ നോക്കുമ്പോൾ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പറയുകയും പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഭർത്താവിനെ നോക്കുമ്പോൾ ഹറാമായ സംഗതികൾ മാത്രം സമ്പാദിച്ചു കൊണ്ടുവരുന്നു. ഇഷ്ടം പോലെ പണുണ്ട്, വലിയ വീടാണ്, പക്ഷെ ഒരു സന്തോഷവും ഇല്ല. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ വരുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഖുർആനിനെ നമ്മൾ അവഗണിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഖുർആനിനെ അവഗണിക്കാതെ പിശാചിന്റെ ആളുകളാവാതെ പിശാചിന്റെ ആളുകളായി മാറും. എപ്പോ ഇങ്ങനെ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും നമ്മൾ മാറിക്കഴിഞ്ഞാൽ, ഓർക്കാതെ നമ്മള് വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചുകൊണ്ട് നമ്മള് വഴി നടക്കാൻ തുടങ്ങിയാൽ, അല്ലാഹു പറയാണ് വമൻ യഅശു അൻ ദിക്രിർ റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താൻ ഫലഹു ഖരീൻ ഫഇന്നഹും ലയസുദ്ദൂന അൻ സബീലില്ലാഹ് ലയസുദ്ദൂനഹും അൻ സബീലി വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ. പിശാച് നമ്മളെ കൊണ്ടുപോകുക അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നമ്മളെ തടുത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ നല്ലവരാണ്. പിശാച് അങ്ങനെ തോന്നിപ്പിച്ചു തരും. നമ്മൾക്ക് നമുക്ക് ഒരു കൂട്ടുകാരനാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല പിശാചിന് ഏർപ്പാടായി തരും. എപ്പോ നമ്മൾ വിശുദ്ധ ഖുർആനൊക്കെ മാറ്റിവെച്ച് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് മാറി നിന്നാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത് പൈശാചിക ചിന്തകളാണ്. വേണോ? അങ്ങനത്തെ വീടാണോ ആഗ്രഹിക്കുന്നത്? എങ്കിൽ തുറന്നു വിട്ടോളൂ. ഒരു നിലക്കുള്ള ഹദ്ദുകളും സ്വീകരിക്കാതെ അള്ളാഹുവിനെ ഓർക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ മതി. ഇനി അതല്ല, റഹ്മത്തിന്റെ മലക്കുകളുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ വീടകങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ജീവിതത്തിൽ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ,
ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ജീവിതം വളരെ നശ്വരമാണ്, നൈമിഷികമാണ്. ആ നശ്വരവും നൈമിഷികവുമായ ജീവിതത്തെ വളരെ സന്തോഷത്തോടുകൂടി എല്ലാ വിട്ടുവീഴ്ചകളോടും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക, സ്നേഹബന്ധങ്ങൾ കൂട്ടുക, പരസ്പരം കുടുംബങ്ങൾ തമ്മിൽ ഇണക്കത്തോടുകൂടി ഐക്യത്തോടുകൂടി ഒരുമിച്ച് കൂടുന്ന അവസ്ഥകൾ ഉണ്ടാക്കുക. വീട്ടിൽ ഇസ്ലാമികപരമായ കാര്യങ്ങൾ വീട്ടിൽ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ സന്ദർഭത്തിലും പ്രാർത്ഥനയോടെ ദിക്റോടുകൂടി കുടുംബങ്ങളിൽ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. മക്കളെ ആ നിലക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുക. വിശുദ്ധ ഖുർആനിന്റെ പഠനങ്ങൾക്ക് എവിടെയുണ്ടോ ആ പഠനത്തിൽ ആര് പങ്കെടുക്കുക? വാപ്പ പങ്കെടുക്കുക എന്നല്ല, ഉമ്മ പങ്കെടുക്കുക എന്നല്ല, മക്കൾ പങ്കെടുക്കുക എന്നല്ല, കുടുംബസമേതം ഞങ്ങൾ ഉണ്ടാകും എന്ന് പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നാളെ വിളിക്കുന്ന സന്ദർഭത്തിൽ, നാളെ അല്ലാഹുവിന്റെ വിളി കേട്ട് നമ്മൾ അല്ലാഹുവിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ജീവിതം നശ്വരവും നൈമിഷികവുമായ ഈ ജീവിതം ധന്യമാക്കി കടന്നു പോകാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ നമുക്ക് കഴിയണം. നോക്കൂ, അവസാനം മലക്കുൽ മൗത്ത് ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മള് ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിലാണ് മലക്കുൽ മൗത്ത് വരുന്നതെങ്കിലും നമുക്കറിയാം ഒരു ദിവസം നമ്മൾ മരിക്കുമെന്ന്. അതുകൊണ്ട് ആ മരിക്കുമെന്ന ബോധ്യത്തോട് കൂടി ജീവിച്ച മുഅ്മിനായ മനുഷ്യൻ ആ മലക്കുൽ മൗത്തിനെ ഇങ്ങനെ കാണുമ്പോ സന്തോഷത്തോടു കൂടി ഞാൻ റെഡി എന്ന് പറഞ്ഞു നിൽക്കാൻ കഴിയണം. അതല്ല, നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ മരണത്തിൽ നിന്ന് അതിനെ കുതറി മാറി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുക ആയിരിക്കും. പക്ഷെ അള്ളാഹ് പറയാണ് മുലാഖീക്കുങ്ങളെ കണ്ടുമുട്ട് തന്നെ ചെയ്യുന്നു. അങ്ങനെ കണ്ടുമുട്ടും എന്ന ബോധ്യമുള്ള മനുഷ്യൻ അവൻ നേർക്ക് നേരെ നിന്നിട്ട് സന്തോഷത്തോടുകൂടി അതിനെ സ്വീകരിക്കുന്ന. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാവണം. നാളെ മലക്കുൽ മൗത്ത് വരുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ വിളിയാണം, ഈ ഭൂമുഖത്തുള്ള ജീവിതം നിന്റേത് അവസാനിച്ചു എന്ന് പറയുമ്പോ മലക്കുൽ മൗത്ത് നമ്മുടെ കണ്ണെത്താ ദൂരത്ത് വന്നു നിൽക്കുമ്പോ സലാമുൻ അലൈക, ആദ്യ സലാം ഇങ്ങനെ പറഞ്ഞിട്ട് സമാധാനത്തോടു കൂടി നിന്നോ, കഴിഞ്ഞ് എന്നിട്ട് നമ്മൾ അടുത്തേക്ക് വന്ന് നമ്മുടെ റൂഹിനെ അടുത്ത് കൊണ്ടുപോകുമ്പോ അവസാനം ചങ്കിൽ എന്ന് പറഞ്ഞ് അവസാനം നമ്മൾ ഈ ലോകത്തോട് വിട പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലിമ ചൊല്ലിക്കൊണ്ട് ആ നല്ല ദിക്റോടുകൂടി പടച്ച തമ്പുരാനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയണം. അതിന് ഈ ബോധം നമുക്ക് വേണം. ദുനിയാവ് കണ്ട് മഞ്ഞളിച്ചു പോകാൻ പാടില്ല. മറിച്ച് ദുനിയാവ് ഇന്നതാണെന്ന ബോധ്യത്തോടെ എനിക്ക് ഏറ്റവും ശാശ്വതമായത് പരലോകത്താണുള്ളത് എന്ന ബോധത്തോടെ ഓരോ ദിവസവും നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടൊരു സമാധാനം. എവിടെ? ദുനിയാവിന് സമാധാനം, ആഖിറത്തിന് സമാധാനം. മരണത്തിന്റെ സമയത്തും നമ്മളെ കാണുന്നത് സമാധാനത്തോടെ. മലക്കുൽ മൗത്ത് ഇങ്ങനെ വന്ന് റൂഹിനെ പിടിക്കുമ്പോഴാണ് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. കേൾക്കണ്ടേ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ആ വർത്തമാനം നമുക്കൊന്ന് കേൾക്കണ്ടേ. ഇങ്ങനത്തെ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് വിളിച്ചുകൊണ്ട് സമാധാനത്തിന്റെ ആത്മാവിനെ വിളിച്ച് അള്ളാഹു കൊണ്ടുപോകുന്ന രംഗം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ആ വിളി നമുക്ക് കിട്ടണം. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. വാ, ഞാൻ തൃപ്തിപ്പെട്ട ആ ഗേഹത്തിലേക്ക് വാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞാൻ എന്തൊരു കാര്യത്തിന് വേണ്ടിയാണോ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് അത് കൃത്യമായി നിർവഹിച്ച് കുടുംബങ്ങളെ ആ നിലയിൽ വളർത്തിക്കൊണ്ടുവന്ന് അങ്ങനെ നിൽക്കുന്ന ഒരാളെ കാണുമ്പോ അല്ലാഹു പറയാ ഇർജിഇ വാ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ വർത്തമാനം കേൾക്കണമെങ്കിൽ അതിന് നല്ല പ്ലാനിങ് വേണം, നല്ല ആസൂത്രണങ്ങൾ വേണം. നമ്മൾ കുടുംബമായി ജീവിക്കുമ്പോൾ ആ ഒരു ജീവിതം വിജയിക്കാൻ ആവശ്യമായ പ്ലാനിങ്ങുകൾ
കൃത്യമായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ വന്നു പോയാം ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഭൗതികപരമായ ഒരു ലാഭത്തിന് വേണ്ടിയുമല്ല. അള്ളാഹുവെ നീ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടി മാത്രമാണ്. അത് ജീവിതത്തിൽ പകർത്താനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾ ഇവിടെ കൂടി നിൽക്കുമ്പോൾ ഏറ്റവും അധികം നിന്നോട് ചോദിക്കുന്നത് ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിലൂടെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിമ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾക്ക് ഏറ്റവും അധികം ചോദിക്കാനുള്ളത് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹുവെ ദീർഘായുസ്സും ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഇങ്ങനത്തെ സംരംഭങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ സന്തോഷിച്ചിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇങ്ങനത്തെ പരിപാടിയിൽ മക്കളെ നിങ്ങൾ പോകണേ എന്ന് പറഞ്ഞ് നമ്മളെ ഉപദേശിച്ച നമ്മുടെ മാതാപിതാക്കൾ പലരും മരിച്ചുപോയി. അള്ളാഹുവെ അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾക്ക് ഇങ്ങനെ വന്നിരിക്കാനൊക്കെ കഴിയുന്നത് നീ തന്ന നിഅ്മത്തുകളെ കൊണ്ടാണ്. ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ബിസിനസ്സിൽ, ഞങ്ങളുടെ ഏർപ്പാടുകളിൽ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ തൊഴിലിലും റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ഞങ്ങൾക്ക് നീ ബർക്കത്തിനെ റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ ഒരുപാട് സഹോദരങ്ങൾ വിദേശത്ത് കഴിയുന്നുണ്ട്, അവരുടെ ഭാര്യമാർ നാട്ടിലാണ്. അള്ളാഹുവെ അവിടെ കഴിയുന്ന അവർ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. അവരുടെ കച്ചവടത്തിൽ, അവരുടെ ബിസിനസ്സിൽ, അവരുടെ ഏർപ്പാടുകളിൽ അള്ളാഹുവെ അവർക്ക് നീ ബർക്കത്തിനെ റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഒരു ദീനിയായ കാര്യമല്ലേ എന്ന് മനസ്സിലാക്കി നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അധികം പുണ്യം കിട്ടുന്ന ഒരു സംഗതിയല്ലേ എന്ന് മനസ്സിലാക്കി ഇല്ലാത്ത പണം പോലും എടുത്തു തന്ന ആളുകളുണ്ട്. അള്ളാഹുവേ അവരെന്തൊരു ലക്ഷ്യമാണോ ആഗ്രഹിക്കുന്നത്, എന്തൊരു കാര്യമാണോ അവർ ഉദ്ദേശിക്കുന്നത്, അത് പൂർത്തീകരിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. വിഷമകരമായ രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവേ ഞങ്ങൾ ഈ സദസ്സിൽ നിന്നുകൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവേ അങ്ങനെ അനുഭവിക്കുന്ന മാതാപിതാക്കൾ, അതുപോലെ നമ്മുടെ ഗുരുജനങ്ങൾ, നേതാക്കന്മാർ, നമ്മുടെ വീട്ടിലെ ബന്ധുക്കൾ, അള്ളാഹുവേ അവർക്കെല്ലാം നീ ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്കെല്ലാം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഫലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.